ഉദയവരം സുൽത്താൻ, മായാമോഹിനി, ശൃംഗാരവരൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജോസ് തോമസിന്റെ സംവിധാനവും ഒരിടവേളയ്ക്ക് ശേഷം ബാബു ജനാർദ്ദന്റെ തിരക്കഥയും പ്രിയപ്പെട്ട നടൻ ബിജു മേനോന്റെ മാനസ നിറങ്ങൾ നിറഞ്ഞ നായകവേഷവുമായാണ് സ്വർണ്ണക്കടുവ വന്നിരിക്കുന്നത്. കഥാപശ്ചാത്തലം പൂർണ്ണമായും തൃശ്ശൂരിലാണ്. സിനിമാ നിർമ്മാതാവും ജ്വല്ലറി ഉടമയുമായ ലോനപ്പന്റെ വലങ്കയാണ് റിനി മാട്ടുമ്മൽ. ലോനപ്പൻ ഒരു അപകടത്തിൽപ്പെടുകയും തുടർന്ന് അതിനെ അതിജീവിക്കാനുള്ള പ്രയത്നങ്ങളുമാണ് സിനിമ പറയുന്നത്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന കുശാഗ്രബുദ്ധിക്കാരനായ റിനി മാട്ടുമ്മലായി ബിജു മേനോൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തൃശ്ശൂർ ഭാഷയുടെ സംസാര രീതി നല്ല രീതിയിൽ തന്നെ ചെയ്യുകയും ചെയ്തു. മുതലാളിയായ ലോനപ്പനായി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇന്നസെന്റും സഹായിയായ ജോജു എന്ന കഥാപാത്രമായി ഹരീഷും വന്നപ്പോൾ നായികാ സ്ഥാനത്ത് ഇനിയെയും പൂജിത മേനോനും അവരുടെ റോളുകൾ മികച്ചതാക്കി. സുരേഷ് കൃഷ്ണ, സന്തോഷ് കീഴാറ്റൂർ, സുധീർ കരമന തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. തിന്മയിൽ നിന്നും തിന്മയിലേക്ക് സഞ്ചരിക്കുന്ന നായകന്റെ കഥ വളരെ നല്ല രീതിയിൽ തന്നെ പത്മകുമാർ എന്ന സംവിധായകൻ വർഗം, വാസ്തവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു നായകനെ തന്നെ തമാശയുടെ അകമ്പടിയോടെ കഥ പറയിപ്പിക്കുകയാണ് സംവിധായകൻ ഇവിടെ ചെയ്തത്. പണത്തിനു വേണ്ടിയുള്ള കളികൾക്കിടയിലെ ഓട്ടങ്ങൾ സിനിമയുടെ ആദ്യ പകുതിയെ രസകരമാക്കുന്നുണ്ടെങ്കിലും പിന്നീട് ചരട് വിട്ട പട്ടം പോലെയായിപ്പോയി. ബിജു മേനോനും ഹരീഷും നിറയുന്ന സീനുകളിലെ തമാശകൾ മാത്രമാണ് പ്രേക്ഷകന് ചിരിക്കാൻ വകുപ്പുള്ളത്. തന്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് സംവിധായകൻ അല്പം കടിഞ്ഞാണിട്ടെങ്കിലും സംവിധായകന്റെ കയ്യൊപ്പ് എവിടെയും പതിഞ്ഞിട്ടില്ല. സംഭാഷണങ്ങളിൽ സ്ത്രീവിരുദ്ധത ഇടയ്ക്ക് കയറി വരുന്നതുമുണ്ട്. രതീഷ് വേഗ സംഗീതം നൽകിയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ആസ്വാദികരമായില്ല. ബാർക്കോഴ, സമരക്കാരെ തെറിവിളിച്ചതിനുള്ള പാരിതോഷികം നൽകൽ, രാഷ്ട്രീയക്കാരുടെ സ്ഥിരം കളികൾ തുടങ്ങി നമുക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളെയും ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. കഥാപാത്രങ്ങളെല്ലാം തൃശ്ശൂർ ഭാഷ പറയുമ്പോൾ ചില കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ അസഹനീയമാവുന്നുണ്ട്. ബിജു മേനോന്റെ പ്രകടനത്തിനും ഹരീഷിന്റെ ചില കോമഡി നമ്പറുകളും കാണാൻ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. അല്ലാത്തപക്ഷം നല്ലൊരു കഥയിലെ തിരക്കഥയില്ലായ്മയിൽ സംവിധായകൻ വൈറ്റ് വാഷ് ചെയ്തു എന്നത് മാത്രമാണ് ഈ സ്വർണ്ണക്കടുവ. ഗൗരവമായ പല സന്ദർഭങ്ങളും തമാശയിലേക്ക് വഴുതി വീഴ്ത്താൻ നടത്തുന്ന ശ്രമങ്ങളും പാളിപ്പോയി. ഒടുവിൽ നന്മയുടെ ശിഖരങ്ങളിൽ ചേരുക എന്ന പൊതുതത്വത്തിലേക്ക് കടുവയും ഓടിയെത്തുമ്പോൾ സ്വർണ്ണക്കടുവ മാറ്റില്ലാത്ത സ്വർണം പോലെയാകും. നിങ്ങൾക്കും ഈ ചിത്രത്തെ വിലയിരുത്താം. അതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സിനിബി. മൂവി ബൈറ്റിന്റെ സിനിമാ റിവ്യൂകൾ നിങ്ങൾക്ക് സിനിബിയിലും കാണാം. സിനിബിയിൽ ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 50. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.